വാണിയംകുളം കോതകുറിശ്ശി റോഡ് നവീകരണം അനിശ്ചിതമായി നീളുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അനങ്ങനടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് വഴിതടയൽ സമരം നടത്തിയത്. 2018 പണിയാരംഭിച്ച വാണിയംകുളം കോതകുറിശ്ശി റോഡ് ഇനിയും സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അനങ്ങനടി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വഴിതടയൽ സമരം നടത്തിയത്. KPCC സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ അധികാരം വിട്ടൊഴിയുന്ന നാൾ വരെ ഈ അധികാരം വിട്ടൊഴിയാൻ 1-2 മാസങ്ങൾ മാത്രം മതി. ആ കാലയളവിലായി കഴിഞ്ഞ 5-6 വർഷങ്ങളായി ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്ന നാണം കെട്ട നടപടിക്കെതിരായാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും നാട്ടിലെ ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവരുടെ യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ സമരം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ റോഡിൻ്റെ സ്ഥിതി എല്ലാവരും പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ ക്ഷേമകാര്യങ്ങളിൽ, നാട്ടിലെ വികസന കാര്യങ്ങളിൽ താല്പര്യമെടുക്കുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തം. അതിനാണ് ഞാനും നിങ്ങളുമൊക്കെ നികുതി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വാഹനം മേടിച്ചാൽ 15 വർഷത്തേക്കുള്ള നികുതി ഒന്നിച്ചടയ്ക്കേണ്ട ഒരവസ്ഥയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൽമാൻ റൌഫൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരുകുളം, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം സെക്രട്ടറി നവദാസ് പാലഞ്ചേരി, പഞ്ചായത്ത് അംഗം അബു സാലിഹ് TP, രാജു ഗാന്ധിനഗർ, VK മുനീർ, ആഷിഖ് നാലകത്ത്, മുഹമ്മദ് വാപ്പു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.